നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന മല്ലപ്പള്ളിയിലുള്ള ലെവിൻ്റെ കെനലിലെ വിശേഷങ്ങളുമായിട്ടാണ്. റോഡ് വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ബീഗിൾ, പഗ്, വയർഫോക്സ് ടെറിയർ, ബുൾഡോഗ് അങ്ങനെ ഏകദേശം 10ഓളം ബ്രീഡ്സിനെ പരിപാലിക്കുന്ന ഒരു അടിപൊളി കെനലാണ് ലെവിൻ്റേത്. അപ്പോൾ നമുക്ക് നല്ല ഷോ ക്വാളിറ്റി പപ്പീസിനെ വാങ്ങിക്കാൻ പറ്റിയ ഒരു കെനലാണ് ലെവിൻ്റേത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ലെവിൻ്റെ കെനലിലെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ലെവിൻ. എൻ്റെ വീട് മലപ്പള്ളിയാണ്. എൻ്റെ കെനലിൻ്റെ പേര് ലെവീസ് പാർക്സ് കെനലിനാണ്. ഞാനൊരു 10-12 ഇയേഴ്സായിട്ട് ഡോഗ്സിനെ വളർത്തുന്നുണ്ട്. ഞാനിപ്പം ബ്രീഡിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വളർത്തുന്ന ബ്രീഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ റോഡ് വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ബീഗിൾ, പഗ്, വയർ ഹെയർ ഫോക്സ് ടെറിയർ, ഡോബർമാൻ, പിന്നെ ഇംഗ്ലീഷ് ബുൾഡോഗാണ്, പിന്നെ ഗോൾഡൻ റിട്രീവറും ഉണ്ട്. തുടക്കമെന്ന് വെച്ചാൽ എൻ്റെ അങ്കിൾ എന്ന് വെച്ചാൽ എൻ്റെ മദറിൻ്റെ ബ്രദർ ഷാജി എന്ന പേര്, ചേപ്പാടാണ് പേര്. അപ്പം എൻ്റെ അങ്കിളിന് ഇഷ്ടംപോലെ ഡോഗ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ഡോഗ്സിനെ കണ്ടു തന്നെയാണ് ഞാനും വളർന്നത്. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും, പപ്പയ്ക്ക് മമ്മിക്ക് എല്ലാവർക്കും ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിലും ഒരുപാട് ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ബ്രീഡുകളെ പറ്റി അറിയാനും പിന്നെ ഇതിലേക്ക് വരാനും ഉള്ളൊരു കാരണം. അങ്ങനെയാണ്, അതായിരുന്നു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. ലെവിനിപ്പോൾ നമ്മുടെ ലെവിസ് പാർക്ക് എന്ന ഈ ഒരു കെനലിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാനിപ്പോൾ മെയിനായിട്ട് ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പുറമെ ഷോർട്ട് ട്രെയിനിങ് ഉണ്ട്, പിന്നെ ഗ്രൂമിംഗ് ഉണ്ട്, പിന്നെ അത്യാവശ്യം ബോർഡിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ സ്റ്റഡ് സർവീസ് ഉണ്ട്. സ്റ്റഡ് സർവീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റോഡ് വീലർ, പഗ്ഗാണ്. പിന്നെ ഒരു ബീഗിൾ മെയിൽ അടുത്ത് വരുന്നുണ്ട്, നല്ലൊരു മെയിൽ വരുന്നുണ്ട്. അതെൻ്റെ തന്നെ മെയിലായിരുന്നു, ഞാൻ കൊടുത്തതാണ്, ഇപ്പോൾ തിരിച്ചെടുക്കാൻ പോവാണ്. റോഡ് വീലർ ഉള്ളത് എൻ്റെ തന്നെ ബ്രീഡിങ്ങിലുള്ള മെയിലാണ്. എൻ്റെ ബ്രീഡിങ് അതിൻ്റെ ഫാദറും എൻ്റെ തന്നെ ബ്രീഡിങ്ങാണ്, ലെവീസ് പാർക്സ് ബർണിംഗ് ഡിസയർ. അതിൻ്റെ സണ്ണാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റഡ് സർവീസിനായിട്ട്. പിന്നെ പഗ് ആണെങ്കിലും എൻ്റെ ബ്രീഡിങ് തന്നെ മെയിലാണ്. അവനിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റഡ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ഇതെൻ്റെ കെനലിൽ റീസെൻ്റായിട്ട് വന്നൊരു ഡോഗാണ്. ഇത് ഇവിടെ പേര് ചിക്കി എന്നാണ്. അവർക്കിപ്പോൾ ഒരു 4 വയസ്സായിട്ടുണ്ട്. ഇത് വയർ ഹെയർ ഫോക്സ് ടെറിയർ എന്ന് പറയുന്ന ബ്രീഡാണിത്. ഇത് വളരെ റെയർ ബ്രീഡാണ്. കേരളത്തിലും ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. ഇതൊരു ഫീമെയിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിൻ ഇംഗ്ലണ്ടാണ്. ഇതൊരു 3-4 കളർ വേരിയൻസ് ഉണ്ട് ഇതിന് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട്, പിന്നെ വൈറ്റ് ആൻഡ് ടാൻ ഉണ്ട്, പിന്നെ ട്രൈ കളർ ഉണ്ട്. ഇത് ട്രൈ കളറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹെയർ വരുന്ന ഒരു ബ്രീഡാണ്. ഇതിൻ്റെ ഹെയർ എന്ന് പറയുമ്പോൾ ഒരു വയർ ഹെയർ ആണ്. അതാണ് ഇതിൻ്റെ ബ്രീഡിനെ പറയുന്നത്. അതുകൊണ്ടാണ് വയർ ഹെയർ ഫോക്സ് ടെറിയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെയർ ചുരുണ്ടാണ് വരുന്നത്. അതുപോലെ നല്ല ഹെയർ വരും. അപ്പം നല്ല കേളി ഹെയർ ആണ് വരുന്നത്. ഇത് കൂടുതലും ഗ്രൂമിങ് ചെയ്യുന്നത്, പ്ലക്കിംഗ് ആണ് ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത്. ഇതൊരു ഇൻഡോർ ഡോഗാണ്, നമുക്ക് കൂടുതലും അകത്തിട്ട് വളർത്താൻ പറ്റിയൊരു ഡോഗാണ്. ഇത് FCA സ്റ്റാൻഡേർഡിൽ ഗ്രൂപ്പ് 3 വരുന്ന ടെറിയർ ഗ്രൂപ്പാണിത്. ഇത് നമുക്ക് അകത്തിട്ട് വളർത്താൻ നല്ല ബ്രീഡാണ്. പിന്നെ ഇച്ചിരി മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഹെയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇച്ചിരി കറക്റ്റായിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ ആവശ്യമുണ്ട് ഈ ബ്രീഡ്. പിന്നെ ബാക്കി ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ഇത് ശരിക്കും പറയാൻ കൂടുതലും ആൾക്കാർ ഷോ ചെയ്യിക്കാനൊക്കെയാണ് കൂടുതലും എടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. പിന്നെ ഇന്ത്യയിലുണ്ട്, ആവശ്യത്തിനുണ്ട്, അത്യാവശ്യം ഉണ്ട്. ഇന്ത്യയിൽ ഈ ബ്രീഡ് അത്യാവശ്യം ഉണ്ട്. ഇത് ഈ ഷോയിലൊക്കെ ഒരുപാട് വിൻ ചെയ്യുന്ന ഒരു ബ്രീഡാണിത്. അതാണ് എടുക്കാൻ കാര്യം. ഇപ്പോൾ ലെവിനിപ്പോൾ എടുത്ത് ഇത് ബ്രീഡ് ചെയ്യിപ്പിക്കാനാണോ അതോ ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണോ? ഇത് ഞാൻ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഇതിനെ ബ്രീഡ് ചെയ്യിച്ചിട്ട് ഇതിൻ്റെ പപ്പീസിനെ ഷോ ചെയ്യിക്കാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ മെയിൽ ഡോഗ്സ് ഇപ്പോൾ അവൈലബിൾ ആണോ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ? ചെന്നൈയിലൊക്കെ ഉണ്ട്. ചെന്നൈ, ബാംഗ്ലൂരൊക്കെയാണ് കൂടുതലുള്ളത്. ഇവിടെ നമ്മുടെ കേരളത്തിലൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പപ്പീസിൻ്റെ ഒക്കെ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഒക്കെ ഏത് പ്രൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ഒരു പപ്പീസിൻ്റെ റേറ്റ് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പപ്പീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാനൊക്കത്തുള്ളൂ. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ, നമ്മൾ ഏത് മെയിലാണ് മീറ്റ് ചെയ്യിക്കുന്നത്, അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റേസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സമയം ഒക്കെ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ റേറ്റ് പറയാൻ പറ്റും. എങ്കിലും മിനിമം ഇതിൻ്റെ ഒരു പപ്പിക്ക് ഒരു 80,000 മിനിമം 1 lakh ഒക്കെ ഉണ്ട് റേറ്റ്. ഇതിൻ്റെ ഈ ഒരു സൈസ് മാക്സിമം ഫുൾ ഗ്രോത്ത് ആയ ഡോഗാണ് ഇത് അഡൽട്ട് ഡോഗാണ്. ഇവയ്ക്കിപ്പോൾ 4 വയസ്സുണ്ട്. ഇത് വലിയൊരു ഹൈറ്റ് വരുന്ന ഒരു ബ്രീഡല്ല ഇത് മാക്സിമം ഒരു കൂടിപ്പോയാൽ ഒരു 14 ഇഞ്ച് 15 ഇഞ്ച് അത്ര ഹൈറ്റൊക്കെ ഉള്ളൂ. പിന്നെ വെയിറ്റ് ആണെങ്കിലും ഒരു 6 kg, മാക്സിമം 7 kg, അതിൽ കൂടുതലൊന്നും ഇല്ല. പിന്നെ മെയിൽ ഫീമെയിൽ ആണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു മെയിലിൻ്റെ ഒരു ഡോമിനൻറ്റ് എന്താ പറയുന്ന ഒരു ഹെഡ് പ്രൊഫൈൽ, അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഇത് പിന്നെ നല്ലതായിട്ട് ഹെയർ വരുന്ന ബ്രീഡാണ്. ഇതിപ്പോൾ ട്രിം ചെയ്ത് നിർത്തിയേക്കുവാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഹെയർ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഈ ഒരു ബ്രീഡ് മറ്റുള്ള ഡോഗ്സിനോട് എങ്ങനെയുണ്ട് ഇത് വേറെ അഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ടെറിയർ കാറ്റഗറി എന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇത് ടെറിയർ കൂടുതൽ ഹണ്ടിങ്ങിനൊക്കെ നമ്മുടെ എലിയൊക്കെ പിടിക്കാൻ അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ഒരു ബ്രീഡാണിത്. പിന്നെ നമ്മളിത് കൂടുതലും ഇൻഡോർ ഡോഗായിട്ടും പിന്നെ ഷോ ഡോഗായിട്ടുമാണ് കൂടുതൽ ഇതിനെ ആൾക്കാർ മേടിച്ച് വളർത്തുന്നത്. ഈ ബ്രീഡ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ
പാർട്ടിക്കിൾസൊക്കെ ഇതിൻ്റെ ഹെയറിൽ പറ്റി പിടിച്ചിരിക്കുക. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ അതിനാണ് നമുക്ക് നോക്കാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫുള്ള് ട്രിം ചെയ്ത് വിടുന്നത്. നമ്മൾ ഷോ സമയത്ത് ഇത് ഫുള്ള് ഹെയറിലാണ് നമ്മളിതിനെ ഷോ ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഭംഗിയും ക്വാളിറ്റിയും കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കണ്ണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം ഹെയർ വേറെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഏത് ക്ലൈമറ്റിലും അഡ്ജസ്റ്റ് ആവുന്ന ഒരു ബ്രീഡാണിത്. വേറെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇത് ഇംഗ്ലീഷ് ബുൾഡോഗ്. ഇത് ഞാനൊരു 1 വർഷമായി കൊണ്ടുവന്നിട്ട്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതാണ്. ഇവയ്ക്കിപ്പോൾ ഒരു 3 വയസ്സുണ്ട്. ഇതിപ്പോൾ കളറ് വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ്. ഇത് വൈറ്റ് കൂടുതലും ബ്രൗൺ സ്പോട്ട് കുറവാണ്. അതുകൊണ്ട് വൈറ്റ് ആൻഡ് ബ്രൗൺ എന്നാണ് ഇതിൻ്റെ കളർ മാർക്കിങ് പറയുന്നത്. പിന്നെ ഇത് ഇച്ചിരി നമുക്ക് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ബ്രീഡാണ്. ഇച്ചിരി കെയർ വേണ്ട ബ്രീഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പപ്പീസ് ഇതിൻ്റെ ഭയങ്കര ക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പപ്പീസിന് ഭയങ്കര ഡിമാൻഡാണ്. ഇതും കേരളത്തിൽ അത്യാവശ്യം കുറവ് തന്നെയാണ്. എങ്കിലും ഉണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷ് ബുൾഡോഗ് അത്യാവശ്യം ഉണ്ട്. ഇതിൻ്റെ ബ്രീഡിങ് മിക്കവാറും മാക്സിമം സിസേറിയനാണ് വരുന്നത്. നോർമൽ ഡെലിവറി വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ് സൈസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. പപ്പീസിനും ഭയങ്കര ഹെഡ് സൈസും ബോൺസും ഒക്കെ ആയിരിക്കും. അപ്പം അതിന് നോർമൽ ഡെലിവറി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ പപ്പീസ് ലൈവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം സിസേറിയൻ ചെയ്ത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ അല്ല വേറെ ഏതൊക്കെ കളറാണുള്ളത്? ഇത് പല കളറിൽ കാണപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കളറുണ്ട്. ഇതിന് ഒരുപാട് കളർ ഷീറ്റ്സ് ഉണ്ട്. ഇതിനെ വളർത്തുമ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിൻ്റെ കണ്ണൊന്ന് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ മിക്കവാറും നമുക്ക് ഇതിന് ഇച്ചിരി പ്രശ്നമായിട്ടുള്ള ഒരു ബ്രീഡാണ്. പിന്നെ ഇത് ഇച്ചിരി ടെൻഡർ ബ്രീഡാണ്. എന്ന് വെച്ചാൽ ഇത് നമുക്കങ്ങനെ വെയിലത്തിട്ട് അങ്ങനെ ഇട്ട് കളിപ്പിക്കാനോ ഓടിക്കാനോ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ബ്രീഡാണിത്. പിന്നെ ഭയങ്കര പ്ലേഫുള്ള് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കണ്ണ് ശ്രദ്ധിക്കണം. പീകളെ എപ്പോഴും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫേസൊക്കെ എപ്പോഴും ഇച്ചിരി നല്ല വൃത്തിയായിട്ട് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്. കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട്. പക്ഷേ ഈ ബ്രീഡ് നല്ല ക്യൂട്ടും പിന്നെ ഭയങ്കര പ്ലേഫുള്ളൊക്കെയാണ്. ഇതിൻ്റെ പപ്പീസിൻ്റെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്? അതിൻ്റെ റേറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ, എറണാകുളത്തൊക്കെ ഉണ്ട്. പപ്പീസൊക്കെ ഉണ്ട്. കേരളത്തിൽ അത്യാവശ്യം ഉണ്ട്. പക്ഷേ ഒരുപാടില്ല. ഭയങ്കര റയറാണ്. ഇതിന് ശരിക്കും പറയാൻ ഹെഡ് പറയുന്നത് പോട്ട് ഫേസ് എന്നതിന് പറയും. ഇത് ഹൈറ്റിൽ വളരെ ചെറുതാണ്. ഇത് പക്ഷെങ്കിൽ ഒരു വലിയ ഡോഗ് കഴിക്കുന്നതിൻ്റെ ഫുഡൊക്കെ തന്നെ ഇത് കഴിക്കും. ഇച്ചിരി സ്ട്രക്ചർ പക്ഷേ വലുതാണ്. ഇതിൻ്റെ ഭയങ്കര ബോൺസും കാര്യങ്ങളൊക്കെയാണ്. ഇത് കൂടുതലും അകത്തിട്ട് വളർത്തുന്ന ഒരു ബ്രീഡാണിത്. ഇതും കൂടുതൽ ഫോറിൻ കൺട്രീസിലാണ് കൂടുതലും വളർത്തുന്നത്. നമ്മുടെ ക്ലൈമറ്റുമായിട്ട് അത്ര സ്യൂട്ടബിൾ അല്ല. എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം വളർത്തുന്നതിന് കുഴപ്പമില്ല. ഇത് അത്യാവശ്യം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രീഡാണ്. പിള്ളേർക്കും ലേഡീസിനും എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ളൊരു ബ്രീഡാണിത്. ഇത് ഭയങ്കര ഒരു ഭയങ്കര ഒരു പ്ലീസിങ് മെൻറ്റാലിറ്റി ആയി ബുൾഡോഗ്സിന്. കൂടുതലും നമ്മളെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്ലീസിങ് ഇത്. അതിനാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാര്യത്തിൽ. അതിൻ്റെ പേര് ടൈസൺ എന്നാണ്. ഇവനിപ്പോൾ ഒരു 3.5 വയസ്സുണ്ട്. റോഡ് വീലർ മെയിലാണ്. ഇത് നമ്മുടെ തന്നെ ബ്രീഡിംഗ് ആണ്. ഫാദർ ലെവീസ് ഫാക്സ് ബേണിംഗ് ഡിസയർ എൻ്റെ തന്നെ മെയിലാണ്. പിന്നെ മദർ കരീമോട്ട് പെറോവിക്ക എന്ന് പറയുമ്പോൾ മെയിലിൻ്റെ ഡോട്ടറാണ് ഇവൻ്റെ മദർ. അവനിപ്പോൾ നമ്മൾ മീറ്റിംഗ് പുറത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവൻ്റെ പപ്പീസൊക്കെ നമ്മൾ ഒരു 20-25 ആ റേഞ്ചിലാണ് അവൻ്റെ പപ്പീസൊക്കെ കൊടുക്കുന്നത്. അവനിച്ചിരി നല്ല ഹെവി സൈസ് മെയിലാണിത്. അവനിതുവരെ ഷോ ചെയ്തിട്ടില്ല. അവനിച്ചിരി ടെമ്പർമെൻറ്റ് ഇച്ചിരി കൂടുതലാണ്. നല്ല ഇച്ചിരി ഫെറോഷ്യസ് ആണ്. നമ്മളുമായിട്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും പുറത്ത് ആൾക്കാരുമായിട്ട് പിന്നെ വേറെ മെയിൽ ഡോഗ്സുമായിട്ടൊക്കെ ഇച്ചിരി ടെമ്പർമെൻ്റ് ഉള്ള ഒരു മെയിലാണ്. അവൻ അത്യാവശ്യം നല്ല പ്രൊഡ്യൂസിങ് ആണ്. പപ്പീസൊക്കെ നല്ല ക്വാളിറ്റി പപ്പീസിനെ അവനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് മിയ. ഇത് ഗോൾഡൻ റിട്രീവർ എന്ന ബ്രീഡാണ്. ശരിക്കും പറയാൻ ഗോൾഡൻ റിട്രീവർ 2 ടൈപ്പുണ്ട്. അമേരിക്കൻ ടൈപ്പും ഉണ്ട്, ഇംഗ്ലീഷ് ടൈപ്പും ഉണ്ട്. ഇത് അമേരിക്കൻ ടൈപ്പാണ്. അമേരിക്കൻ ടൈപ്പ് ഈ ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഇംഗ്ലീഷ് ടൈപ്പ് വൈറ്റ് കളറിലാണ് വരുന്നത്. ഇവയ്ക്കിപ്പോൾ ഒരു 3 വയസ്സ് പ്രായമുണ്ട്. നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി എടുത്ത ഫീമെയിലാണ്. പിന്നെ ഇത് നമ്മൾ ഗ്രൂമിങ് വളരെ അത്യാവശ്യമുള്ളൊരു ബ്രീഡാണിത്. നല്ല ഹെയറി ബ്രീഡാണ്. പിന്നെ ഇത് വർഷത്തിൽ 2 പ്രാവശ്യം സീസൺ ആകുമ്പോൾ നല്ല ഷെഡിങ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ലതായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ടൈമിലൊക്കെ നല്ലതായിട്ട് കോംബ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഷെപ്പേർഡിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഗ്രൂമിങ് സ്റ്റൈലെല്ലാം ഒരുപോലെയാണ്. ഏകദേശം എല്ലാം ഒരുപോലെയാണ്. പിന്നെ ഇതിന് നല്ല കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മൈബ്യൂ നല്ല കോട്ട് സപ്ലിമെൻ്റ് എല്ലാം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇത് ഏറ്റവും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോഗാണ്. ഇതിൻ്റെ പപ്പീസൊക്കെ ഭയങ്കര നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് ലാബ്രഡോർ പപ്പിയാണ്. ഇത് ഫീമെയിൽ പപ്പിയാണിത്. ഇതിപ്പോൾ ഒരു 45 ഡേയ്സോളം ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടിൻ്റെ എടുത്ത പപ്പിയാണിത്. ഇത് വൈറ്റ് കളറാണ്. ഇതിപ്പോൾ ചെറിയ ഓഫ് വൈറ്റ് ഷെയ്ഡും ഉണ്ട്. പക്ഷേ വളർന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വൈറ്റ് കളറായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പപ്പിയാണ്. ഈ ഒരു ക്വാളിറ്റി പപ്പിക്കൊക്കെ എന്തായാലും ഒരു 25,000 ഒക്കെ റേറ്റ് വരുന്നുണ്ട്.
ലെവൻ ഇപ്പം നമ്മുടെ കെനലിൽ കൂടുതലും ചാമ്പ്യൻ ലൈനയിലുള്ള ഡോഗ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷോ ക്വാളിറ്റി പപ്പിയെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? ഞാനിവിടെ മാക്സിമം ഞാൻ പണ്ട് തൊട്ടേ അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തുന്ന ഒരാളാണ്. എനിക്കെപ്പോഴും മാക്സിമം ക്വാളിറ്റി വളർത്തണം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വളർത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ ബ്രീഡ് ചെയ്യാറുള്ളൂ. അത്യാവശ്യം നല്ല ബ്രീഡിങ് മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മൾ എപ്പോഴും പപ്പി സെലക്ട് ചെയ്യുമ്പോൾ നല്ല പേരൻസിൻ്റെ നോക്കി സെലക്ട് ചെയ്യുക. പിന്നെ ആ ഒരു ലിറ്ററിൽ തന്നെ ഇപ്പോൾ എല്ലാ പപ്പിയും നല്ലതായി വരണമെന്ന് നിർബന്ധമില്ല. എങ്കിലും മാക്സിമം നല്ല ക്വാളിറ്റി പപ്പിയെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. നല്ല ഹെഡ് ഷേപ്പ്, കാര്യങ്ങൾ, ബോൺസ്, സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് മാക്സിമം പേരൻസാണ് നമ്മൾ മാക്സിമം നോക്കേണ്ടത്. നല്ല പേരൻസിനെ നോക്കിയിട്ട് വേണം പപ്പീസിനെ സെലക്ട് ചെയ്യാൻ. ലെവനിപ്പം ഒരു 10 വർഷത്തോളമായിട്ട് ഷോ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഷോ ഹാൻഡിൽ ചെയ്താൽ ഏത് ഡോഗിനെയാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഏത് ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യാനാണ് എളുപ്പം? ഞാൻ ആദ്യമായിട്ട് ഷോ ഹാൻഡിൽ ചെയ്ത ഡോഗ് എൻ്റെ തന്നെ ബ്രീഡിങ്ങിലെ റോട്ട് വീലർ മെയിലാണ്. അതിൻ്റെ പേര് ലെവി സ്പാർക്സ് ബർണിംഗ് ഡിസയർ എന്നാണ്. പക്ഷേ വളരെ നല്ലൊരു മെയിലായിരുന്നു. അവനെ ചാമ്പ്യനാക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഞാൻ വളരെ കുറച്ച് ഷോയെ ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് റോട്ട് വീലറാണ് ഏറ്റവും ഇഷ്ടം. ഷോ ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടം റോട്ട് വീലറാണ്. ഇപ്പോൾ ഷോ ചെയ്യുന്നതിൽ ഓരോ ഡോഗിനും ഓരോ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല റിങ്ങിൽ പെർഫോം ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ബ്രീഡ് അങ്ങനെ പറയാനുണ്ടോ? ഇല്ല, അതാണ് ലൈനേജ് വെച്ചിട്ട് പപ്പിയെ സെലക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. അതാണ് നമ്മൾ നല്ല പേരൻസിൻ്റെ പപ്പീസാണ് അതിൻ്റെ ക്വാളിറ്റി പപ്പീസിൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല പേരൻസിൻ്റെ പപ്പീസ് എടുക്കണം. പിന്നെ നമ്മൾ ബാക്കി ഒരു 50% പേരൻറ്റേജിൽ നിന്ന് കിട്ടുന്നു, ബാക്കി 50% നമ്മളെങ്ങനെ റേസ് ചെയ്യുന്നതിൽ എന്നാണ് കാര്യം. നമ്മളെങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, നമ്മുടെ ഫീഡിങ് കാര്യങ്ങളെല്ലാം ഒരു പട്ടിയിൽ ബാധകമാണ്. സമയം എല്ലാവരും ഇപ്പം പപ്പിയെ വാങ്ങിച്ചാലും നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ ഒരിക്കലും ആ പപ്പി ആ പേരൻസിൻ്റെ ലെവലിലേക്ക് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം നമ്മൾ മാക്സിമം ഒരു വയസ്സ് 1.5 വയസ്സ് വരെ മാക്സിമം നല്ല ഹൈ പ്രോട്ടീൻ ഡയറ്റ് തന്നെ കൊടുത്ത് വളർത്താൻ നോക്കണം. എങ്കിൽ മാത്രമേ ആ ഡോഗിൻ്റെ ഒരു മാക്സിമം ലുക്ക് കാര്യങ്ങളുടെ സ്ട്രക്ചറെല്ലാം ഡെവലപ്പ് ആകത്തുള്ളൂ. ഒരു ഡോഗിൻ്റെ ഷോർട്ട് ട്രെയിനിങ് ഏത് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്ക് ഒരു 2 months 3 months തൊട്ട് നമുക്ക് സ്റ്റാക്കിംഗ് ആണ് സ്റ്റാർട്ടിങ്. സ്റ്റാക്ക് ചെയ്ത് ആദ്യമേ ഒരു ടേബിൾ സ്റ്റാക്കിങ് ചെയ്യുക പപ്പീസിൽ. പിന്നെ അതല്ലാതെ ഗ്രൗണ്ട് സ്റ്റാക്കിങ് ചെയ്യുക. സ്റ്റാക്കിംഗ് ആണ് മെയിൻ. സ്റ്റാക്കിംഗ് എന്ന് വെച്ച് നമ്മൾ ആ ഒരു പൊസിഷനാണ്, അതിൻ്റെ കറക്റ്റായിട്ട് നിർത്തേണ്ട പൊസിഷനാണ് സ്റ്റാക്ക് പൊസിഷൻ. അപ്പോൾ ആ പൊസിഷൻ നിർത്തി ആദ്യമേ പഠിപ്പിക്കുക. പിന്നെ മൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഒരു 5 months 6 months തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ഫുൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 6 months തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെവന് പൊതുവെ ജർമ്മൻ ഷെപ്പേർഡ് ഏതൊക്കെ ടൈപ്പാണുള്ളത്, അതുപോലെ തന്നെ ഈ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കെയറിങ് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം? ശരിക്കും ഷെപ്പേർഡ് സിംഗിൾ കോട്ടുണ്ട്, മീഡിയം കോട്ടുണ്ട്, പിന്നെ ലോങ് ഹെയർ ആണുള്ളത്. സിംഗിൾ കോട്ട് ശരിക്കും പറഞ്ഞാൽ നോക്കാൻ വളരെ എളുപ്പമുള്ളൊരു ബ്രീഡാണ്. എന്നുവെച്ചാൽ നമുക്ക് വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് പറ്റിയ രോമമായിരിക്കും, മാക്സിമം ഹെയർ കുറവായിരിക്കും. അപ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ മീഡിയം കോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹെയർ വരും. അതാകുമ്പോൾ ബ്രഷിങ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. എല്ലാത്തിനും ബ്രഷിങ് ആവശ്യമാണ്. സിംഗിൾ കോട്ടാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഗ്രൂമിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. മീഡിയം കോട്ടാണെങ്കിൽ ഒരു ആഴ്ച 2 പ്രാവശ്യം. പിന്നെ ലോങ് കോട്ടാകുമ്പം 3-4 പ്രാവശ്യമൊക്കെ ആഴ്ച ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഷെഡിങ്ങിൻ്റെ സമയം വരുമ്പോഴത്തേക്ക് ലോങ് ഹെയറിന് നല്ല രീതിയിൽ ഹെയർ പോവും. ലോങ് ഹെയർ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ബ്രീഡാണ്. നമുക്ക് അതുപോലെ ഭംഗിയുള്ളൊരു ബ്രീഡ് തന്നെയാണ് ലോങ് ഹെയർ. അതുകൊണ്ടാണ് ലോങ് ഹെയറിന് ഇത്ര ഡിമാൻഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാർക്ക് എല്ലാം ഒരു വീട്ടിലെ പെട്ടെന്നുള്ള രീതിയിൽ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സിംഗിൾ കോട്ട് അല്ലെങ്കിൽ മീഡിയം കോട്ടാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ ജർമ്മൻ ഷെപ്പേർഡിൽ ഈ കോംബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂം ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? നോർമലി കൂടുതൽ ഈ ലോങ് ഹെയറിന് നമ്മൾ റിവേഴ്സ് കോമ്പിങ്ങും ചെയ്യും, അല്ലാതെ നോർമൽ കോമ്പിങ്ങും ചെയ്യും. എന്ന് വെച്ചാൽ റിവേഴ്സ് കോമ്പിങ് ചെയ്യുന്നത് കഴിയുമ്പോഴത്തേക്ക് ജട കാര്യങ്ങളെല്ലാം ഈ കോമ്പിലേക്ക് വരും. നമുക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോർമൽ ആ ഫ്ലോയിൽ ചെയ്യുന്നത്, കോംബ് ചെയ്യുന്നത്. ഷെപ്പേർഡ്സ് പൊതുവേ നമുക്ക് ഒരു മാസത്തിലൊരു ഇപ്പോൾ ലോങ് ഹെയർ ആണെങ്കിൽ നമുക്കൊരു മാസത്തിൽ 2 പ്രാവശ്യത്തെ ക്ലിപ്പിറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ മാക്സിമം ബ്രഷിങ്ങിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബ്രഷിങ് ഇപ്പോൾ ഇൻ കേസ് ബാത്തിങ് കഴിഞ്ഞാലും ഈ ലോങ് ഹെയറിന് കറക്റ്റായിട്ട് ഡ്രൈ ചെയ്ത് ഡ്രയർ ഇട്ടിട്ട് നമ്മൾ നല്ലതായിട്ട് കോംബ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഈ നനവ് കാരണം രോമം പിന്നെയും ജട പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ലോങ് ഹെയർ ഷെപ്പേർഡ്സ് നമ്മൾ കൂടുതലും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡ്രയർ ഇട്ട് നമ്മൾ നല്ലതായിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കോമ്പിങ് ചെയ്യത്തുള്ളൂ. പിന്നെ ഷെപ്പേർഡ്സിൽ കൂടുതലും എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട് നല്ല കോട്ടിങ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല റിച്ച് ബ്ലാക്ക് ആൻഡ് ടാൻ വരുന്നില്ല. പിന്നെ റിച്ച് ബ്ലാക്ക് ആൻഡ് ടാൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
നമ്മൾ നല്ല റിച്ച് ബ്ലാക്ക് ആൻഡ് ടാൻ ഉള്ള പേരൻസിൻ്റെ പപ്പി എടുത്താലേ ആ കളർ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം. നമ്മൾ ഇപ്പം നോർമലായിട്ട് ഷാർക്കോൾ കൊടുക്കാം, ഫുഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നോർമൽ കോക്കനട്ട് ഓയിൽ, ഓർഗാനിക് കോക്കനട്ട് ഓയിൽ കൊടുക്കാം, നല്ലതാണ്. പിന്നെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് നോക്കുവാണെങ്കിൽ മൈബ്യൂ ഏറ്റവും നല്ല റിസൾട്ടാണ്. ലോങ് ഹെയറിന് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സപ്ലിമെൻ്റാണ് മൈബ്യൂ. അതിൻ്റെ അത് ഞാൻ കൂടുതലും ഞാൻ ഷോ സീസണിൽ മാത്രമേ മൈബ്യൂ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ഷോ സീസൺ വരുമ്പോൾ ഞാൻ മൈബ്യൂ കണ്ടിന്യൂസ് കൊടുക്കാറുണ്ട്. പൊതുവേ ഡോർമാൻ ഏതൊക്കെ ടൈപ്പാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഡോബർമാൻ അമേരിക്കൻ ഉണ്ട്, ലാറ്റിൻ അമേരിക്കൻ ഉണ്ട്, യൂറോപ്യൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് അമേരിക്കനും യൂറോപ്യനുമാണ് ഉള്ളത്. യൂറോപ്യൻ എൻ്റെ കയ്യിലില്ല, എൻ്റെ മദറിൻ്റെ വീട്ടിലാണുള്ളത്. കൂടുതലും ഡിമാൻഡ് പക്ഷെങ്കിൽ യൂറോപ്യൻ ടൈപ്പാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. കാര്യം യൂറോപ്യൻ ടൈപ്പ് നല്ല ഹെവി സൈസാണ്, ബോൺ സ്ട്രക്ചർ ഭയങ്കര വലുതാണ്, പിന്നെ മാസീവ് സ്കള്ള്, പിന്നെ ഭയങ്കര ഒരു എനോർമസ് സ്ട്രക്ചറാണ്, നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നല്ല സബ്സ്റ്റൻസ് ഉണ്ട്, പിന്നെ നല്ല റിച്ച് ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് യൂറോപ്യൻ്റെ കളറ്. ലാറ്റിൻ അമേരിക്കൻ വരുമ്പോഴത്തേക്ക് ലൈറ്റ് ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് കൂടുതൽ വരുന്നത്. കൂടുതൽ ഡിമാൻഡ് യൂറോപ്യൻ പപ്പീസിന് തന്നെയാണ്. പിന്നെ യൂറോപ്യൻ അത്യാവശ്യം ഇച്ചിരി ടെമ്പർമെൻറ്റ് കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ്. ഇപ്പം നമ്മുടെ കെനലിലെ പപ്പീസിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ്? അതുപോലെ എപ്പോഴും ഈ പപ്പീസ് എല്ലാം അവൈലബിൾ ആണോ? ഞാനിവിടെ മെയിനായിട്ട് ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത്. എന്നും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പപ്പീസ് അവൈലബിൾ ആണോന്നില്ല. പിന്നെ നമുക്ക് പപ്പീസിൻ്റെ റേറ്റ് എനിക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയത്ത് ഏത് മെയിലിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പപ്പിയുടെ ക്വാളിറ്റി, ഗ്രോത്ത് കാര്യങ്ങൾ, ഇതെല്ലാം ഹെൽത്ത് കാര്യം ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് റേറ്റ് പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും മിനിമം ഞാനൊരു ഏത് ബ്രീഡാണെങ്കിലും മിനിമം ഒരു 20K എബോവ് ആണ് ഞാൻ എല്ലാ പപ്പീസും കൊടുക്കുന്നത്. അതിൻ്റെ കുറഞ്ഞ് ഞാനങ്ങനെ പപ്പീസ് കൊടുക്കാറില്ല. അത്യാവശ്യം ക്വാളിറ്റി പപ്പി ബ്രീഡ് ചെയ്യിച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്.